Okay, let's start with the chapter more on MS Excel in page number 74. The last chapter we have learned about MS Excel, its address, formulas, cells, everything, right? Types of data, all those things. നമ്മൾ ഇനി MS Excelന്റെ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാൻ പോവാം. ഇപ്പൊ എക്സൽ എന്തിനായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്? Organize data. ടു ഓർഗനൈസ് ഡാറ്റ അല്ലേ? നമ്മുടെ കയ്യിലുള്ള ഡാറ്റയെ ഒരു ഓർഡേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് വേയിൽ എൻ്റർ ചെയ്യാനും ടേബിൾ നമ്മളത് എൻ്റർ ചെയ്യാൻ മാത്രമല്ലേ പറ്റുള്ളൂ. ബട്ട് ഇൻ എക്സൽ വി ക്യാൻ മേക്ക് കാൽക്കുലേഷൻസ് ഓൺ ഇറ്റ്. എന്തെങ്കിലും കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ആ ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമുക്ക് എക്സലിൽ സാധിക്കും അല്ലേ? ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ മാത്രമല്ല, ആ സ്റ്റോർ ചെയ്ത ഡേറ്റനെ എന്തെങ്കിലും മാനിപ്പുലേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാൻ കൂടി നമുക്ക് എക്സലിൽ പറ്റും അല്ലേ? ഓക്കെ, സെവൻത്ത് ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സെലക്ടിങ് സെൽസ് ആണ് അല്ലേ? സെലക്ടിങ് സെൽസ്. ഇപ്പൊ ചില ടൈമിൽ നമുക്ക് കുറച്ച് അധികം സെൽസ് ഒരുമിച്ച് സെലക്ട് ചെയ്യേണ്ടി വരും. ഒരു സിംഗിൾ സെല്ല് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഏത് സെല്ലാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ? പക്ഷേ സംടൈംസ് യു നീഡ് ടു സെലക്ട് മോർ ദാൻ വൺ സെൽസ്. ചിലപ്പോൾ ഒന്നിലധികം സെൽസ് നിങ്ങൾക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യേണ്ടി വരും. അതിനെന്താണ് ചെയ്യേണ്ടതെന്നാ പറയുന്നത്. സി, ഇവിടെ ഒരു റെക്ടാങ്കിൾ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ഹാഫ് ഷെയ്ഡ് ചെയ്തിട്ടുള്ള എ എന്ന കോളത്തിന്റെ തൊട്ട് ലെഫ്റ്റില് അത് ക്ലിക്ക് ചെയ്താലുള്ള ഗുണം എന്താ അറിയോ? when we click on that rectangular box, the entire Excel sheet is selected. ഈ എല്ലാ സെല്ലും ഒരുമിച്ച്, ഈ എക്സൽ ഷീറ്റിലെ എല്ലാ സെല്ലും ഒരുമിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? ഏത്? ദിസ് റെക്ടാങ്കുലർ ബോക്സ്. വണ്ണിന് അബവ് എയ്ക്ക് ലെഫ്റ്റ് ആയിട്ട് ഇവിടെ കാണുന്ന ഒരു ഹാഫ് ഷെയ്ഡ് പോലുള്ള ഒരു റെക്ടാങ്കുലർ ബോക്സ് ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വർക്ക്ഷീറ്റ് സെലക്ട് ആവും അല്ലേ? ഇനി നമുക്കൊരു റോ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഒരു റോ സെലക്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? സംടൈംസ് വി നീഡ് ടു സെലക്ട് എൻറ്റയർ റോസ്. ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും. അതിന് വേറെ ഒന്നും ചെയ്യണ്ട. ആ റോ നമ്പർ ഇല്ലേ, 1 2 3 4 1 2 3 4 5 6 7 8 അങ്ങനെയുണ്ട്. ദീസ് ആർ ദ റോ നമ്പേഴ്സ്. ഏത് റോ, നമുക്കിപ്പോൾ 10th റോ സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് 10 എന്ന നമ്പറിന്റെ മേലെ 10th റോയിൽ പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സി, എൻറ്റയർ റോ ഈസ് സെലക്റ്റഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഹൗ വിൽ സെലക്ട് ദ കോളം? വൺ കോളം, ഒരു കോളം കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? what do you have to do? സിമിലർ വേ. ഇപ്പൊ റോ സെലക്ട് ചെയ്യാൻ നമുക്ക് ഇത്ര ചെയ്താൽ മതി. ഏത് റോ ആണോ സെലക്ട് ചെയ്യേണ്ടത്? ഇപ്പൊ 4th റോ ആണോ 5th റോ? ഗുഡ് മോർണിംഗ്. ഇഫ് യു നീഡ് ടു സെലക്ട് എ റോ, ക്ലിക്ക് ഓൺ ദ റോ നമ്പർ. ആ റോ സെലക്ട് ആവും. സെയിം വേ ഒരു കോളം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം?
ജോയൽ എന്ത് ചെയ്യണം ജോയലെ? കേക്കുന്നില്ലല്ലോ. മോൻ അൺമ്യൂട്ട് ആണ്, പക്ഷെ പറയുന്ന കേക്കുന്നില്ല. മിസ് ഒന്നുകൂടി പറഞ്ഞേ. ഒരു റോ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഓരോ റോനെ ഐഡന്റിഫൈ ചെയ്യാൻ ഓരോ നമ്പർ ഉണ്ടല്ലോ. It's a first row, second row, third row, fourth row, 17th row, 25th row. അങ്ങനെ ഓരോ റോയ്ക്ക് ഓരോ നമ്പർ ഇല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, ജസ്റ്റ് സെലക്ട് ദ 16th റോ. 16th റോ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ നിങ്ങളോട് പറയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 17th റോ അല്ലേ ഞാൻ പറയാം. 17th റോ ഞാൻ നിങ്ങളോട് സെലക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ആ റോ നമ്പർ 17 ഇല്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോ ആ എൻ്റെ റോ സെലക്ട് ആയി വരും. കാണുന്നില്ലേ? ഫുൾ റോ സെലക്റ്റഡ് ആയി. ഇനി നമുക്ക് കോളം സെലക്ട്. ഇപ്പൊ നിങ്ങളോട് പറയാണ് ഞാൻ ith കോളം സെലക്ട് ചെയ്യാൻ പറയണം. ഐ എന്ന കോളം ഇല്ലേ, സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? റോ സെലക്ട് ചെയ്ത പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഒരു ഡൗൺ ആരോ കാണുന്നുണ്ടോ നിങ്ങൾ ആയിട്ട് താഴെ? റോയിലാവുമ്പോ ഒരു റൈറ്റിലേക്കുള്ള ആരോ കാണാം അല്ലേ? ഓക്കെ, അപ്പോൾ റോയും കോളവും എൻറ്റയർലി സെലക്ട് ചെയ്യാൻ ജസ്റ്റ് ആ റോ നമ്പറിലോ കോളം നെയിമിലോ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇനി സെലക്ടിങ് എ റേഞ്ച് ഓഫ് സെൽ. റേഞ്ച് ഓഫ് സെൽ എന്ന് പറയുന്നത് മോർ ദാൻ വൺ സെൽ ഉണ്ടാവും അവിടെ. റേഞ്ച് ഓഫ് സെൽ എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ സെൽ ഉണ്ടാവും. അടുത്തടുത്തുള്ള കുറച്ച് ഒന്നിലധികം സെൽസ് ഇല്ലേ അടുത്തടുത്ത് കിടക്കുന്നത്, മേലെയും താഴെയായിട്ടായിരിക്കാം, ചിലപ്പോൾ ഒരേ ലൈനിലായിരിക്കാം. ഇപ്പോ E12, F12, G12, H12 ഇത് അടുത്തടുത്ത് കിടക്കുന്നല്ലേ. അപ്പോ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച്, അപ്പോ ആ 4 സെൽസിന് നമുക്ക് ഒരു റേഞ്ച് ഓഫ് സെൽ എന്ന് പറയും. ദർ ഇസ് മോർ ദാൻ വൺ സെൽ which are adjacent to each other. Adjacent എന്ന് പറഞ്ഞാൽ what is adjacent? Adjacent എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഒരു റേഞ്ച് ഓഫ് സെൽ എന്ന് പറയുന്നത് അടുത്തടുത്തുള്ള കുറച്ച് സെൽസ്, മോർ ദാൻ വൺ സെൽസ് വിച്ച് ആർ അഡ്ജസെന്റ്. ഓക്കെ, അപ്പൊ നമ്മളൊരു റേഞ്ച് ഓഫ് സെൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ്. നമുക്ക് ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് അറിയില്ലേ മൗസിൽ? വാട്ട് ഈസ് മീൻ ബൈ ഡ്രാഗിങ്? ഞെക്കി പിടിച്ചോണ്ട് ഇങ്ങനെ നമ്മള് വലിക്കില്ലേ മൗസിൽ, ലെഫ്റ്റ് കീയിൽ ഞെക്കി പിടിച്ചോണ്ട് വലിക്കുന്നതാണ് നമ്മൾ ഡ്രാഗിങ് എന്ന് പറയാം. വലുതാക്കാൻ വേണ്ടിട്ട്. എന്തോ കോളംസ് ഒക്കെ വരയ്ക്കത്തില്ലേ മിസ്സേ? യെസ്, കറക്റ്റ്. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, റേഞ്ച് ഓഫ് സെല്ലിന്റെ അഡ്രസ് എങ്ങനെയാ? ഓക്കെ, ഞാൻ ആദ്യം റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് പറയാം. പേജ് നമ്പർ പറയോ? പേജ് നമ്പർ 74. നിങ്ങൾ ടെക്സ്റ്റ് 75-ലെ ഫിഗർ 7.1b എന്ന് പറഞ്ഞ ടോപ്പിൽ ഒരു ഫിഗർ ഉണ്ട്, അതൊന്ന് നോക്കിയേ. 7.1bയോ 7.1cയോ നോക്കാം, നോ പ്രോബ്ലം. കണ്ടോ അവിടെ കുറച്ച് ഒരു
ഫസ്റ്റ് 7.1b 4 സെൽസ് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. A1ഉം B1ഉം A2 B2 ഈ 4 സെൽസിൽ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻ ഫിഗർ 7.1c there are 6 cells അല്ലേ selected together. B1 C1 B2 C2 B3 C3 ഈ സെൽസ് ആണ് അവിടെ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അതിനെയാണ് നമ്മൾ ആ റേഞ്ച് ഓഫ് സെൽ എന്ന് പറയുന്നത്. ഇപ്പോ ഇത്രയധികം സെൽസ് ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ടില്ലേ? പിന്നെ നമ്മൾ റേഞ്ച് എന്തോ ഇത് ഇങ്ങനെ ചെയ്യാൻ ആകെ 2 സെല്ല് 2 റോസ് ഇല്ലേ? 2 റോസും കൊണ്ടേ ആവത്തുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള അത്രയും പറ്റും. മാക്സിമം അൺലിമിറ്റഡാ? ഇതിനകത്ത് ഉള്ളത് വരെ നമുക്ക് പറ്റും. അത് നമ്മുടെ ഇഷ്ടത്തിന്, നമുക്ക് ഒരുപാടൊന്നും വേണ്ടി വരില്ല. കണ്ടോ, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമുക്ക് റിക്വയർമെന്റിനനുസരിച്ച് നമ്മളത് ചെയ്യുന്നത്. എത്ര എണ്ണം ഒരുമിച്ച് വേണം, എത്ര എണ്ണം ഒരുമിച്ച് വേണ്ട എന്നുള്ളത്. ഇപ്പൊ ഞാനൊരു 700 സംതിങ് റോ വരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത്രയൊന്നും പോണ്ടി വരത്തില്ല. ഓക്കെ, ഈ റേഞ്ച് ഓഫ് സെൽ എങ്ങനെ അഡ്രസ് ചെയ്യുന്നത്? ഇപ്പൊ കണ്ടോ, ഒരു ചെറിയ റെക്ടാങ്കിള്, 2 ഫിഗറിൽ ഒരു ബ്ലാക്ക് റെക്ടാങ്കിൾ കണ്ടില്ലേ? അത് അത്രയും സെൽസ് സെലക്റ്റഡ് ആയെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ അഡ്രസ് ചെയ്യാന്ന് പറയുന്നത്, A1:B2 എന്നാണ് ആ റേഞ്ച് ഓഫ് സെല്ലിനെ അഡ്രസ് ചെയ്തിരിക്കുന്നത്. മിസ്സേ, അതാ ഞാൻ ചോദിച്ചത്. അത് അങ്ങനെ എഴുതുമ്പോ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ സംഭവിക്കോ? എനിക്ക് മനസ്സിലായില്ല നീ പറഞ്ഞു. മിസ്സേ, ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടില്ലേ 3R into 2C? 3R into 2C? അല്ല, സോറി, മിസ് പറഞ്ഞില്ലേ ഇപ്പോ ഇങ്ങനെയാ എക്സ്പ്രസ് ചെയ്യുന്നേന്ന്. അത് നമ്മൾ നെയിം ബോക്സിൽ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താ ആവോ? നമുക്ക് നോക്കാം. വരുന്നില്ലല്ലോ. ഇൻറ്റു വേണം അവിടെ, നടുക്ക് ഇൻറ്റു. ഇൻറ്റു സോറി, എന്ത് ഇതില്ലേ മൾട്ടിപ്ലിക്കേഷന്റെ അതവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് വരുന്നില്ല. ആ രീതിയിൽ സെലക്ട് ആവുന്നില്ല. അത് സെലക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് അവിടെ പറയുന്നുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് റേഞ്ച് ഓഫ് സെൽസ് എന്താണെന്ന് ഇപ്പൊ പറഞ്ഞു തന്നത്. ആ മെത്തേഡിൽ വരില്ല. ഓക്കെ, അപ്പൊ റേഞ്ച് ഓഫ് സെൽസിന്റെ അഡ്രസ് നീ ഉദ്ദേശിച്ച ആ ഇൻറ്റു അല്ലേ? അവിടെ ഒരു ഇൻറ്റു വരുന്നുണ്ട്. യെസ്, അവിടെ കൊടുത്ത ഇൻറ്റു ഉപയോഗിച്ചാൽ വരും. ഓക്കെ, ആ മെത്തേഡ് അവിടെ ഇരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞു തരാം സെൽ അഡ്രസ്. ഈ റേഞ്ച് ഓഫ് സെൽസിന് നമ്മൾക്കൊരു അഡ്രസ് കൊടുക്കില്ലേ? സി in the figure 7.1b, A1 B1 A2 B2 ഈ സെൽസ് ആണ് ഒരുമിച്ച് സെലക്ട് ചെയ്തേക്കുന്നത്. സോ അതിന്റെ റേഞ്ച് സ്പെസിഫൈ ചെയ്തേക്കുന്നത് എങ്ങനെയാ? A1:B2 എന്ന് പറഞ്ഞിട്ടാണ്. ഇതിൽ A1:B2 ഇത് നോർമലി ഈ ഒരു മെത്തേഡിലാണ് ആ റേഞ്ച് ഓഫ് സെല്ലിനെ നമ്മൾ അഡ്രസ് ചെയ്യുക. അതിൽ ഫസ്റ്റ് A1 എന്ന് പറയുന്നത് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, ചില ടോപ്പില് ലെഫ്റ്റില് ടോപ്പിൽ വരുന്ന സെല്ല്, അതേതാണ്? ഇവിടെ ആ റെക്ടാങ്കിൾ, ആ ബ്ലാക്ക് റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ
അതിൽ ടോപ്പിൽ വന്ന ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ വന്ന സെൽ ഏതാ? Which cell comes in the top? ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ വന്ന് ആ ഫിഗർ 7.1b നിങ്ങൾ കൺസിഡർ ചെയ്യും. ടെക്സ്റ്റിൽ ആ ഫിഗർ 7.1b നിങ്ങൾ കണ്ടില്ലേ? എന്തല്ലേന്ന് ഏത് സെല്ല ടോപ്പിലിരിക്കുന്നതല്ലേ? ആ അതെ, ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലെ സെല്ല് E4 അല്ലേ? ഞാൻ ടെക്സ്റ്റിന്റെ കാര്യം പറയാം. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് വിട്ടു, നിങ്ങൾ എൻ്റെ ഈ സിസ്റ്റത്തിൽ തന്നെ നോക്കിക്കോ. സി, ഞാനിപ്പോ 4 സെൽസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. A1, B1, A2, B2 ഈ സെൽസ് ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ? കാണുന്നില്ലേ നിങ്ങക്ക്? ഓക്കെ, ഇതില് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ലെഫ്റ്റ് കോളത്തില് ഏറ്റവും ടോപ്പ് റോ വരില്ലേ, വരുന്ന സെല്ല് ഏതാ? ആ 4 സെൽസ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ വരുന്ന സെല്ലിന്റെ അഡ്രസ് ഏതാ? A1, B1, A2, B2 എന്ന് 4 സെൽസ് ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണത്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ വരുന്ന സെൽ ഏതാണ്? ആ സെല്ലിന്റെ നെയിം പറഞ്ഞ സെൽ അഡ്രസ് പറഞ്ഞാൽ മതി. ഏതാണ്? A1 ഒരു സെല്ലല്ലേ വരുള്ളൂ? ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ വരുന്ന സെല്ലാണ് A1 അല്ലേ? ഓക്കെ, പിന്നെ റൈറ്റ് സൈഡിലെ ഏറ്റവും ബോട്ടം റൈറ്റിൽ വരുന്ന സെൽ ഏതാ? B2. ലെഫ്റ്റില് ടോപ്പ് ഏത് സെല്ലാണ്? A1. റൈറ്റില് ബോട്ടം B2. അപ്പൊ അതിന്റെ റേഞ്ച് അഡ്രസ് ചെയ്യുന്നത് A1 കോളൻ അല്ലെങ്കിൽ ഈസ്റ്റു എന്ന് പറയാം, അല്ലെങ്കിൽ കോളൻ എന്ന് പറയാം. A1 കോളൻ B2 ആ മെത്തേഡിലാണ് നമ്മൾ ആ റേഞ്ച് ഓഫ് സെല്ലിനെ അഡ്രസ് ചെയ്യുന്നത്. അപ്പോ എന്താണ് ഈ A1 കോളൻ B2 എന്ന് പറഞ്ഞ അതിനർത്ഥം A1, A2, B1, B2 എന്നീ സെൽസ് ഒരുമിച്ച് സെലക്റ്റഡ് ആയി എന്നാണ്. മനസ്സിലായോ? ക്ലിയർ ആയോ? A1 to B2 ഇതില് A1 എന്ന് പറയുന്ന ഏത് സെല്ലിലാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സെല്ലിന്റെ അഡ്രസ് ആണ്. B2 എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഏത് സെല്ലാണോ സെലക്ട് ചെയ്യുന്നത് അതിന്റെ അഡ്രസ് ആണ്. ഞാൻ കാണിച്ചു തരാം. സി, കൺസിഡർ ദ സെൽ F3. F3 തൊട്ട് H6 വരെ സെൽസ് F3 തൊട്ട് H6 വരെ ഞാൻ ആ റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യാൻ പോവാണ്. നോക്ക്, ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാ? ഐ എം സ്റ്റാർട്ടിങ് ഫ്രോം F3 ഞാൻ ഇങ്ങനെ ലാസ്റ്റ് എനിക്ക് നിർത്തേണ്ട സെൽ ഏതാണ്? H6. അവിടേക്ക് വന്നു, ഡ്രാഗ് ചെയ്ത് വന്നു. സ്റ്റാർട്ട് ചെയ്ത ഞാൻ F3 എന്നാണ്, ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് H6ലാണ്. H6ലാണ്. കണ്ടോ? ഈ സെല്ലിന്റെ അഡ്രസ് എന്ന് പറയുന്നത് F3 കോളൻ H6 ആണ്. അപ്പൊ ഞാൻ F3 സ്റ്റാർട്ട് ചെയ്തു, H6 എൻഡ് ചെയ്തു. ഡ്രാഗിങ് ഞാൻ ഇവിടുന്ന് F3 സ്റ്റാർട്ട് ചെയ്തു, H6 എൻഡ് ചെയ്തപ്പോൾ ഇത്രയും സെൽസ്, ഇതേ റേഞ്ച് ഓഫ് സെൽസ് ഒരുമിച്ച് സെലക്ട് ആയി. ഇതിനെ അഡ്രസ് ചെയ്യുന്നത് F3 കോളൻ H6 എന്ന് പറഞ്ഞിട്ടാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഏത് റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യേണ്ട അവസരം വരുമ്പോൾ നിങ്ങൾ ഏത് സെല്ലിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്
ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഏത് സെല്ലിലാണോ എൻട്രി ചെയ്യേണ്ടത് അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ആവും. ഇതിപ്പം ഒരു റെക്ടാങ്കിൾ ഫോമിൽ മാത്രമല്ലേ ഈ ഒരു സെലക്ഷൻ നമുക്ക് പോസിബിൾ ആവുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ F4 തൊട്ട് F15 വരെയും G4 തൊട്ട് G15 വരെയും H4 തൊട്ട് H15 വരെയുള്ള എല്ലാ സെൽസും ഉണ്ട്. ഇതിനകത്ത് ചിലപ്പോൾ നമുക്ക് വേണ്ടതും ഉണ്ടാവും വേണ്ടാത്തതും ഉണ്ടാവും അല്ലേ. ഈ ഒരു റെക്ടാങ്കുലർ ഫോമിലാണ് ഇതിപ്പോ സെലക്ട് ആയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചില്ലേ, റേഞ്ച് ഓഫ് സെൽ. സെക്കൻഡ് മെത്തേഡ് മെത്തേഡിൽ ഫസ്റ്റ് എന്താ പറയുന്നേ, ക്ലിക്ക് ഓൺ ദ, നിങ്ങളത് വായിക്കാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ക്ലിക്ക് ഓൺ ദ ടോപ്പ് സെൽ ഇൻ ദ റേഞ്ച്. സപ്പോസ് നമ്മൾ എന്താ ഏത് റേഞ്ച് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ എഴുതാത് G4 colon J6. G4 colon J6 ഇതാണ് അഡ്രസ്, ആ റേഞ്ചിന്റെ അഡ്രസ്. ഇങ്ങനെ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ഏതൊക്കെ സെല്ലായിരിക്കും സെലക്ട് ചെയ്യാം. G4 colon J6 എന്നൊരു ഡാറ്റ നിങ്ങൾക്ക് തന്നു. അപ്പൊ ഇതൊരു റേഞ്ച് ഓഫ് സെല്ലിനെ അഡ്രസ് ചെയ്തതാണ്. അപ്പോ ഏത് സെല്ലിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒന്നും കൂടെ പറയാം മിസ്സേ. നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ തരാണ്. സെലക്ട് ദ റേഞ്ച് ഓഫ് സെൽ ഫ്രം G4 to J6. G4 colon J6 ഇത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം G4 തുടങ്ങിയിട്ട് J4 നിർത്തും. J6 ആണ്. J6 നിർത്തും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സെൽസ് നിങ്ങൾ സെലക്ട് ചെയ്യും? നിങ്ങളുടെ സെലക്ഷനിൽ ഏതൊക്കെ സെൽസ് ഇൻക്ലൂഡഡ് ആണ്? H, I, J. സെൽസിന്റെ അഡ്രസ് പറഞ്ഞേ. സ്റ്റാർട്ടിംഗ് സെൽ ഏതാ? G4. അത് കഴിഞ്ഞിട്ടോ ജിയിൽ ഏതൊക്കെ സെൽസ് വരും? അല്ല, ആ റോയിൽ ഏതൊക്കെ സെൽസ് വരും? ഫോർത്ത് റോയിൽ ഏതൊക്കെ സെൽസ് വരും? ഫോർത്ത് റോയിൽ നോക്ക്. G4 എന്ന് പറഞ്ഞ സെൽ ഇതല്ലേ അല്ലേ? J6 എന്ന് പറഞ്ഞ സെല്ല് ഇവിടെയാണ്, കണ്ടോ? അപ്പൊ നിങ്ങൾ ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോ ആ സെലക്ഷനിൽ ഏതൊക്കെ സെൽസ് ആണ് ഇൻക്ലൂഡ് അഡ്ജസന്റ് ആയിട്ട് വരുന്ന സെൽസ് ഏതൊക്കെയാണ്? നിങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു റെക്ടാങ്കിൾ വലുത് കിട്ടില്ലേ സെലക്റ്റഡ് ആയിട്ട്? അതിൽ ഏതൊക്കെ സെൽസ് J4 വരും. അത് ഓർഡറിൽ പറഞ്ഞേ. ഫസ്റ്റ് ഏതാ വരാ? ഫസ്റ്റ് G5 വരും. G5ന് മുമ്പ് ഒരെണ്ണം വരുമല്ലോ. G4 കഴിഞ്ഞിട്ട് G5 കഴിഞ്ഞ് H4. G6 വരുമോ? ഇല്ല. കാരണം? അല്ല, വരുമോ? അപ്പോ G5 വരും. G5 വരും. G6 വരും. പിന്നെ H4 വരും. H4 വരും. H5 വരും. H6 വരും. ഓക്കെ. പിന്നെ I4 വരും. I5 വരും. I6 വരും.
പിന്നെന്തെങ്കിലും വരുമോ? J4 വരും. ആ, J6 വരും. J5 വരുമോ? വരും. ഓക്കെ. ആ സെലക്ഷൻ എന്ന് പറയുന്നത് G4 to J6 അല്ലേ? G4 to J6 ഇങ്ങനെയാണ് സെലക്ഷൻ വരിക. അപ്പോ G4 വന്നു, G5 വന്നു, G6 വന്നു, H4 വന്നു, H5 വന്നു, 6 വന്നു, I4, I5, I6, J4, J5, J6. അപ്പൊ ഇത്രയും സെൽസ് നമുക്ക് ആ അഡ്രസ്സിൽ ആ റേഞ്ച് ഓഫ് സെൽസ് സെലക്റ്റഡ് ആയി അല്ലേ? മനസ്സിലായോ? ഓക്കെ. G4 എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്ത സെല്ലാണ്, J6 എന്ന് പറയുന്നതും എൻഡ് ചെയ്ത സെല്ലാണ്. അപ്പൊ G4 എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റില് ടോപ്പിലുള്ള സെല്ലാണ്, ടോപ്പ് ലെഫ്റ്റ് സെല്ലാണ് G4. J6 ബോട്ടം റൈറ്റ് സെല്ലാണ്, ഏറ്റവും താഴെ റൈറ്റിൽ ഏറ്റവും താഴെ വരുന്ന സെല്ലാണ്. ഓക്കെ. ആ സെൽ റേഞ്ചിൽ ടോപ്പിൽ ലെഫ്റ്റ് വരുന്നതാണ് G4. ആ സെൽ റേഞ്ചിൽ റൈറ്റിൽ ബോട്ടം സൈഡിൽ ബോട്ടം വരുന്നതാണ് J6 അല്ലേ? ആദ്യം സെക്കൻഡ് മെത്തേഡ് വായിച്ചേ. സെക്കൻഡ് മെത്തേഡ് ടു സെലക്ട് റേഞ്ച് ഓഫ് സെൽസ് സ്റ്റെപ്സ് വായിച്ചേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ ഇതേ റേഞ്ച് തന്നെ സെലക്ട് ചെയ്യാൻ പോവാ. G4 to J6 എന്ന് പറഞ്ഞ റേഞ്ച് സെലക്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എന്താ പറയുന്നേ? Click on the top left cell in the range. ഇതിലെ ടോപ്പ് ലെഫ്റ്റ് സെൽ ഏതാണ് ഈ റേഞ്ചിലെ? G4 J6 ടോപ്പ് ലെഫ്റ്റ് സെൽ ഏതാണ്? G4. അതിൽ ആദ്യം വരുന്നതാണ് ടോപ്പ് ലെഫ്റ്റ് സെല്ല്. ഓക്കെ. G4 ആണ് ടോപ്പ് ലെഫ്റ്റ് സെൽ. അതിൽ ക്ലിക്ക് ചെയ്തു. ഇനി എന്താ പറയുന്നത് നെക്സ്റ്റ് ജുവാന? സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ പറയാ? Joanna, can you hear me? No, miss. Okay. In page number 75, there is a second method to select a range of cell. Can you see it? Yes. Adira has already read the first sentence. Now you have to read the second sentence. Move to the opposite corner, that is at the bottom right cell of the range. Okay. Next. Hold down the shift key and click to the select entire range between the start and the end. Okay. നമുക്കിപ്പം നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന സെൽ റേഞ്ച് G4 to J6 ആണ്. അതിൽ ടോപ്പ് ലെഫ്റ്റ് സെൽ ഏതാന്നാ പറഞ്ഞേ? G4. ഓക്കെ. ബോട്ടം റൈറ്റ് സെൽ ഏതാ? ബോട്ടം റൈറ്റ്, റൈറ്റിൽ ഏറ്റവും താഴെ വരുന്ന സെൽ ഏതാ റേഞ്ചില്? J6. ഓക്കെ. ഈ സെൽ അഡ്രസ് തരുമ്പോ, റേഞ്ചിന്റെ അഡ്രസ് തരുമ്പോ അതിലുണ്ടാവുക ടോപ്പ് ലെഫ്റ്റ് സെല്ലും ബോട്ടം റൈറ്റ് സെല്ലാണ്. ഫസ്റ്റത്തെ ആണ് നമ്മുടെ ടോപ്പ് ലെഫ്റ്റ് സെല്ല് ഏതാണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. J6 അല്ലെങ്കിൽ രണ്ടാമത് ആ കോളത്തിന് ശേഷം വരുന്ന ഡാറ്റയാണ് നമ്മുടെ ബോട്ടം റൈറ്റ് സെൽ ഏതാന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ അഡ്രസ്സിൽ നിന്ന് മനസ്സിൽ വരണം, എന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കൂ. ഓക്കെ. ഇനി സെക്കൻഡ് മെത്തേഡിൽ ഈ റേഞ്ച് ഓഫ് സെൽസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത് വെച്ചാൽ, ഫസ്റ്റ് ലെഫ്റ്റ് ടോപ്പ് ലെഫ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് ബോട്ടം റൈറ്റ്
സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ റേഞ്ച് അവിടെ സെലക്ട് ആവുമെന്ന് പറയാം. മനസ്സിലായോ? സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്മൾ ടോപ്പ് ലെഫ്റ്റ് സെൽ, ഈ റേഞ്ച് അഡ്രസ്സിൽ തന്നിരിക്കുന്ന ആദ്യത്തെ സെല്ലില്ലേ G4, ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഷിഫ്റ്റ് കീബോർഡിൽ ഷിഫ്റ്റ് കീ ഉണ്ട്, അത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഏത് ക്ലിക്ക് ചെയ്യണം? ഈ അഡ്രസ്സിൽ തന്നിരിക്കുന്ന J6 എന്ന സെല്ല്. ഈ J6 എന്ന സെല്ലാണ് എന്താ ബോട്ടം റൈറ്റിൽ വരുന്ന സെല്ല്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ G4:J6 എന്ന് പറഞ്ഞ റേഞ്ച് ഓഫ് സെൽസ് സെലക്റ്റഡ് ആയി. മനസ്സിലായോ? ആ ഈ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ പോലെ ഈ കോളത്തിന്റെ അടിയിൽ ഈ ഒരു ബോക്സ് കൂട്ട് ക്ലിക്ക് ചെയ്യാൻ കൂട്ട് അതില്ലേ? ഈ ഇപ്പൊ ഡ്രാഗ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് മെത്തേഡ് ഡ്രാഗ് ചെയ്തത് അല്ലേ? അങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടില്ല. ഷിഫ്റ്റ് കീയും മൗസ് ക്ലിക്കും മാത്രമായിരുന്നു. ഫസ്റ്റ് മെത്തേഡിൽ ഡ്രാഗിങ് മെത്തേഡ് ആയിരുന്നു. സെക്കൻഡ് മെത്തേഡിൽ ഷിഫ്റ്റ് കീയും ഞാൻ യൂസ് ചെയ്തു, മൗസ് ക്ലിക്കും ഉണ്ട്. പറ, നിന്റെ ഡൗട്ട് ചോദിച്ചു. മിസ്സേ, ഡൗട്ട് അതായിരുന്നു. അതിനെ പിടിച്ച് ഡ്രാഗ് ചെയ്യുമ്പോ വലുതാവൂലേന്ന് ചോദിച്ചേ. ഓക്കെ, ഇത് നമ്മൾ രണ്ട് മെത്തേഡാ പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ് ആണ് ഡ്രാഗിങ് വന്നത്. സെക്കൻഡ് മെത്തേഡിൽ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റിൽ ടോപ്പ് സെല്ലിൽ ക്ലിക്ക് ചെയ്തു, ദെൻ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ലാസ്റ്റ് സെൽ, അത് ഏതാണ്, റൈറ്റിൽ ബോട്ടം റൈറ്റ് സെല്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ റേഞ്ച് ഓഫ് സെൽസ് സെലക്റ്റഡ് ആയി. അതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ഇനി തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇതിപ്പോ നമ്മൾ അഡ്ജസന്റ് സെൽസ് അല്ലേ? അഡ്ജസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തടുത്ത് കിടക്കുന്ന സെൽസ് അല്ലേ? Sometimes we need to select cells which are not adjacent to each other. Adjacent അല്ലാത്ത സെൽസ് ഉണ്ടാവില്ലേ? എന്നുവെച്ചാൽ അവിടെ ഇവിടെയും ചിന്നി ചിതറി കിടക്കുന്ന കുറെ സെൽസ് ഉണ്ടാവും. നമ്മൾക്ക് നോക്കി 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 സെലക്ട് ചെയ്യേണ്ടത്. ആ സെൽസ് എങ്ങനെയാ സെലക്ട് ചെയ്യുന്നതെന്നാ പറയുന്നത്. ജീവ, please unmute. In page number 75, there is a small topic, selecting multiple cells. Adjacent അല്ലാത്ത സെൽസിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു പറയുന്നത്. അതെന്താ പറയുന്നത്? ആ രണ്ട് പോയിന്റ്സ്, ആ രണ്ട് ആരോസ് ഇല്ലേ, രണ്ട് ബുള്ളറ്റ്സ് ഇല്ലേ, ആ രണ്ടും വായിച്ചിട്ടൊന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നമ്മൾ അടുത്തടുത്തല്ലാത്ത ഇങ്ങനെ റാൻഡംലി അവിടെ ഇവിടെ സ്കാറ്റേർഡ് ആയിട്ടുള്ള സെൽസ് സെലക്ട് ചെയ്യാൻ പോവാ. വെച്ചാല് ഇവിടെ ചിലപ്പോൾ E2 ആയിരിക്കും, അല്ല E5, J6, അങ്ങനെ അവിടെ ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സെൽസ് നമുക്ക് അഡ്ജസന്റ് അല്ലാത്ത, ഒരു ഓർഡർ ഇല്ലാതെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് എന്താ? ജീവ അൺമ്യൂട്ട് ചെയ്തേ. ആരും ഇല്ലടാ ക്ലാസ്സിൽ, 5 പേരേ ഉള്ളൂ. ശ്രീ വിഷ്ണു, please read it for me. Selecting multiple cells. We are going to select more than one cells which are not adjacent to it. Which are not adjacent. ഒന്നിലധികം സെൽസ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും അടുത്തടുത്തുള്ള സെൽസ് അല്ല. എങ്ങനെയാ ഫസ്റ്റ് എന്താ പറയുന്നേ? ഫസ്റ്റ് പോയിന്റ് എന്താ? എങ്ങനെയാന്നുള്ളതിന്റെ click on the first cell. നമ്മള് ഈ റേഞ്ച് ഒന്നും അതിനെ ബാധിക്കില്ല, കാരണം ആ ഓർഡറിലല്ല നമ്മളിത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാനിപ്പോ C3 എന്നുള്ളൊരു സെലക്ട്, എനിക്ക് തോന്നുന്ന കുറെ സെൽസ് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാ. ഫസ്റ്റ് സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. ഇനി എന്താ പറയണേ? സെക്കൻഡ് പോയിന്റ് എന്താ ശ്രീ വിഷ്ണു?
വേഗം പറഞ്ഞു, 1 മിനിറ്റ് ഉള്ളൂ. ഞാൻ പറയാം. പറഞ്ഞു. Hold down the crystal key and click in each additional cell you want to select. അത് കൺട്രോൾ കീ എന്നാണ്. CTRL എന്ന് പറഞ്ഞാൽ കൺട്രോളിന്റെ ഷോർട്ട് ഫോമാ. കൺട്രോൾ കീ. CTRL മീൻസ് കൺട്രോൾ. ഓക്കെ, കൺട്രോൾ കീ. ഇനി കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിച്ച് ഹോൾഡ് ഡൗൺ ദ കൺട്രോൾ കീ, ദെൻ സെലക്ട് ദ സെൽസ് യു വാണ്ട് ടു സെലക്ട്. കണ്ടോ? ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൽസിൽ ഏത് സെൽസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ സെൽസിലെല്ലാം കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന എല്ലാ സെൽസും സെലക്റ്റഡ് ആവുന്നുണ്ട്. കണ്ടോ? ഒരു ഗ്രേ കളറിലെല്ലാം സെലക്റ്റഡ് ആയിട്ട് കണ്ടില്ലേ? ഇത് അഡ്ജസന്റ് ആയിട്ടുള്ള സെൽസ് അല്ല, അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന സെൽസ് ആണ്. സംടൈംസ് നമുക്ക് അങ്ങനെയുള്ള ഡാറ്റ, അടുത്തടുത്തല്ലാത്ത ഡേറ്റ എല്ലാം ചൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാ, ഫസ്റ്റ് സെല്ല് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ബാക്കി നമുക്ക് വേണ്ട സെൽസ് എല്ലാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതെല്ലാം സെലക്ട് ആവും അല്ലേ? ഓക്കെ, ഇനി അതിലൊരു കൂൾ ടിപ്പ് വരുന്നുണ്ട്.